വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു മതമാണ്. വിശ്വസ്നേഹത്തിൻ്റെ പ്രതീകമായ ക്രിസ്തുവിൽ തുടങ്ങുന്ന ഒരു മതമാണ്. ക്രിസ്തുവിനെ ലോകമെമ്പാടും ആദരിക്കുന്നത് സെക്സിലൂടെയല്ല, ബ്രഹ്മചര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും അഹിംസയുടെയും കാരുണ്യത്തിൻ്റെയും എക്കാലത്തെയും പ്രവാചകനായ ആ മതം ആഗ്രഹിക്കുന്നുവോ സെക്സ് ടൂറിസവും സെക്സിൻ്റെ വികാസ പരിണാമങ്ങളും, ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അച്ചടക്കവുമാണ് കത്തോലിക്ക പുരോഹിതൻ്റെ ശക്തിയും വളർച്ചയും? അവരാഗ്രഹിക്കുമോ? ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ പോലും നിയമേനയല്ലാത്ത ലൈംഗികതയെ സർവാത്മനായി എതിർക്കുന്നവരാണ് ഇസ്ലാമികൾ. ആർഷവും ബ്രാഹ്മവും പ്രാജാപത്യവുമായ വിവാഹങ്ങളെയൊക്കെ അനുശാസിക്കുകയും മര്യാദാമസൃണമായി ജീവിക്കണമെന്ന് പറയുകയും നിയമപരമായി ഭരണഘടനാപരമായി തന്നെ ഏകപത്നി വ്രതത്തിന് നിർബന്ധം നൽകുകയും ചെയ്യുന്ന ഒരു മതമാണ് ഹിന്ദുമതം. ആധുനിക ഹിന്ദുമതം ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ അനേക വിവാഹം പോലും കഴിക്കാൻ പാടുള്ളതല്ല. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാകാമത്തിൻ്റെ വഴിയിലായിരുന്നു. ഒരു അന്യതാകാമത്തിലേക്ക് നമ്മുടെ രാഷ്ട്രമനസ്സ് വഴുതി മാറുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഭരണാധികാരി ഒരു സവിശേഷമായ നിയമം നടപ്പാക്കി ഒരു മതേതര സങ്കല്പം അവതരിപ്പിച്ചു. പിന്നീട് അത് തുടർച്ചയില്ലാതെ പോയത് ഇവരുടെ ഒരു മാഫിയയുടെ ഒരു പിടിക്കപ്പെട്ടിട്ടാണ് എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടാക്കിയത്. അതിൻ്റെ തുടർച്ച പോലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും വിദ്യാഭ്യാസ രീതി പോലും മാറ്റത്തിന് വിധേയമാകുന്നു എന്ന് സ്ഥലത്ത് വെച്ചാണ് നമ്മൾ നിർത്തിയത്. തീർച്ചയായും നമുക്കതുകൂടി തന്നെ പോകാമോ? മാഫിയയുടെ പിടിയിൽ പെട്ടിട്ടാണോ അല്ലയോ എന്ന് നമുക്ക് നിശ്ചയമില്ല. എൻ്റെ തോന്നലാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിശ്ചയമില്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, ഇത് മിസസ് ഗാന്ധി മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് തോന്നുന്നു എന്നത് നിശ്ചയം. അതെ. ഇനി അവരുദ്ദേശിച്ചില്ല എന്ന് അവരെഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പ്രയാസമാണ്. മനസ്സിലായി സ്വാമിജി. മിസസ് ഗാന്ധി തന്നെ ഒരിക്കൽ കൂടെ ഏറ്റുവന്നിട്ട് നമ്മോട് പറയാണ്, സുഹൃത്തെ ഞാനിങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞെ ഞാനിങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, കാരണം വയസ്സായ ഒരു അമ്മുമ്മയാണ്, അവർ പറയാണ് കുഞ്ഞെ ഞാനിങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവരുടെ ധിഷണയെ വെച്ചുകൊണ്ടും അവരുടെ രീതികളെ വെച്ചുകൊണ്ടും ഇതിന് ഉപോത്ബലകമായ തെളിവ് മന്ത്രിമാർ IAS ഓഫീസർമാരോട് വരെ അപമര്യാദയായി ലൈംഗികത ചേർന്ന് പെരുമാറുകയോ ആംഗ്യം കാണിക്കുകയോ ചെയ്യുന്നുവെന്ന കേസുകൾ വരുന്നു. വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ടെന്നുള്ളതൊക്കെ മറന്നു പോകുന്ന ഒരു മുഹൂർത്തം സംജാതമാകുന്നു. തെറ്റ് അവരെ അതിന് പ്രേരിപ്പിക്കുന്ന വിധം ഈ ഓഫീസർമാർ പെരുമാറിയെന്നാണോ, അതല്ല ഇവരെ അതിനുപയോഗിക്കുന്ന വിധം അവർക്ക് വികാരമുണ്ടായി എന്നാണോ, ഇവരെല്ലാം വെറും ഞരമ്പ് രോഗികൾ മാത്രമാണോ, അതല്ല ഭരണസിരാകേന്ദ്രങ്ങളിൽ കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഭരണാധികാരികളായ ജനാധിപത്യ രാജ്യത്തിലെ ചില ആളുകളെയും വിവരം കുറയുന്ന മുഹൂർത്തങ്ങൾ ഉപയോഗിച്ച് ചില ഭരണാധികാരികളെയും ചില ഉദ്യോഗസ്ഥരെയും വെളിയിൽ ചില ഉപജാപക വൃന്ദങ്ങളെയും സൃഷ്ടിച്ചു വെച്ചത് കൃത്യമായി കൊണ്ടുപോകുന്നു. പൗരാണിക കാലം മുതൽ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിരുന്ന ഇന്ത്യയുടെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഭവനിലേക്ക്, PMOയിലേക്ക്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്ത മതങ്ങളുടെയും ജാതികളുടെയും നേതാക്കന്മാർ കടന്നു ചെല്ലാറുണ്ട്. അതെ, പല കാര്യങ്ങൾക്കും. അതെ സർ. ജാതി സംഘടനകളുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ സ്കൂളുകൾക്ക്, അവരുടെ കോളേജുകൾക്ക്, മതങ്ങളുടെ സ്കൂളുകൾക്ക്, അവരുടെ കോളേജുകൾക്ക്, അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക്, അവരുടെ ആരാധനാലയങ്ങൾക്ക് ഒക്കെ വേണ്ടി പല ആനുകൂല്യങ്ങളും നേടുന്നതിന് വേണ്ടി ചെന്നിട്ടുണ്ട്.
ഭരണം ഏത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതായിക്കൊള്ളട്ടെ, ഏത് കൂട്ടുകക്ഷിയുടേതായിക്കൊള്ളട്ടെ, അതിൻ്റെ മേലാവിനെ കാണുന്നതിന് ആ ഓഫീസുകൾ നിരങ്ങുക എന്നുള്ളത് മതനേതാക്കന്മാർ ചെയ്തു പോരുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനം ഒരു പ്രാവശ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഉന്നതനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹത്തിനൊരു കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി കാണാൻ പോകുന്നൊരു രംഗമുണ്ട്. ചെല്ലുമ്പോൾ രാധാകൃഷ്ണൻ അസ്വസ്ഥനായിരുന്നു. സമയം പാകിസ്ഥാൻ വാറാണ്. യുദ്ധം ഇഷ്ടപ്പെടാത്ത തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് ആന്തരികമായൊരു രോഷത്തോടുകൂടി ഉലാത്തുകയാണ് തൻ്റെ ഹാളിൽ. അപ്പോഴാണ് കാവ്യവസ്ത്രത്താൽ സമാച്ഛാദിത ശരീരനായി ഭസ്മാലുപ്തഗ്രീവനായി എല്ലിന് പുറത്ത് തോല് മാത്രമായി ഒരു സ്വാമി അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിന് പുറത്ത് വാതിൽക്കലെത്തി വാതിൽക്ക് നിൽക്കുന്ന ആളിനോട് പ്രസിഡന്റിനെ ഒന്ന് കാണണമെന്ന് പറയും. ആഗതനെ കണ്ട് ഓടിച്ചെന്ന് കാണാൻ വന്നിരിക്കുന്ന ആളിനെ അറിയിച്ചപ്പോൾ പെട്ടെന്ന് കയറ്റിവിടാൻ പറഞ്ഞു ദുഃഖിതനായ അന്നത്തെ പ്രസിഡന്റ്. കഥയല്ലിത്. മനസ്സിലായി സ്വാമിജി. കടന്നു ചെന്ന ആളിനോട് അദ്ദേഹം പറഞ്ഞു, സ്വാമിജി, വി ഡോണ്ട് വാണ്ട് വാർ എന്നൊക്കെ പറഞ്ഞ് വിഷമം മുഴുവൻ പുറത്തേക്ക് എടുത്തിടുമ്പോൾ ചെന്നയാൾ മധുരസ്മേരത്തോടുകൂടി പറഞ്ഞു, സി, വി ആർ നോട്ട് ഫോർ ഒഫൻസ് ബട്ട് ഫോർ ഡിഫെൻസ്. ഇത് ആ പ്രസിഡന്റുമായുള്ള ചിരകാല ബന്ധത്തിന് വഴിവെക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ കുശിനിക്കാരനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്കും മറ്റുള്ളവർക്കും ഈ ആഗതനെ ഇഷ്ടപ്പെടുവാനുള്ളതിലേക്ക് വഴിതെളിച്ചപ്പോൾ പിന്നീടുള്ള ഓരോ കടന്നു ചെല്ലലും കാഴ്ചയും കൂടിക്കാഴ്ചയും ഉദ്യോഗസ്ഥന്മാരുമായുള്ളൊരു സൗഹാർദ്ദത്തിലേക്ക് വികസിച്ചപ്പോൾ പ്രസിഡൻ്റായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞും ഇന്ത്യയുടെ പിന്നീട് വന്ന എല്ലാ പ്രസിഡന്റന്മാരോടും തദ്വാര ആ ഓഫീസിനോടും നിത്യനിരന്തരമായ ബന്ധത്തിനൊരു വഴിയായി. എങ്ങനെയാണ് ജനാധിപത്യത്തിൽ മതനേതാക്കൾ സ്വാധീനമുറപ്പിക്കുന്നത്? മനസ്സിലായി സ്വാമിജി. ഭരണാധികാരി താൽക്കാലികനെങ്കിലും പിന്തുടർച്ചയുള്ളത് ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ അടിത്തറയുള്ള ഭരണത്തിനോ അല്ല. ഭരണത്തിൻ്റെ പിന്തുടർച്ച എക്സിക്യൂട്ടീവിൽ തുടരുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെയാണ്. തീർച്ചയായും. ജനാധിപത്യത്തിൻ്റെ ഈ ദൃഷ്ടി ശ്രദ്ധേയമായി ഉപയോഗിക്കും മതങ്ങളെന്ന് മിസസ് ഗാന്ധിക്കല്ലാതെ ആർക്കാണ് കൃത്യമായി അറിയാൻ കഴിയുക? മിസസ് ഗാന്ധി ഏതൊക്കെ മതങ്ങളെ ഉന്നം വെച്ചുവെന്ന്, ഏതൊക്കെ ജാതികളെ ഉന്നം വെച്ചുവെന്ന്, ഏതൊക്കെ സാമൂഹ്യ പ്രവർത്തകരുടെ കയറിയിറങ്ങലുകളെ ഉന്നം വെച്ചുവെന്ന്, ഏതൊക്കെ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ മദ്യവും മധുരയും നൽകി വശത്താക്കുന്നുണ്ട് എന്ന് ഒക്കെ എങ്ങനെ അറിഞ്ഞുവെന്നോ ആരെക്കുറിച്ച് അറിഞ്ഞുവെന്നോ ആരെയാണ് ഉന്നം വെച്ചതെന്നോ നമുക്ക് നിശ്ചയമില്ല. അതൊക്കെ അന്വേഷിച്ചറിയേണ്ട വസ്തുതയാണ്. എന്തായാലും ഇന്ത്യൻ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ തുടങ്ങിയ ലൈംഗികതയുടെയും മദ്യത്തിൻ്റെയും മായാഭ്രമങ്ങൾ ജനജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും ഊർന്നിറങ്ങി എന്നുള്ളത് തീർച്ചയാണ്.
അതെ സ്വാമിജി. ജാതി അതീതമായി, മതമതീതമായി, വർഗമതീതമായി, വർണ്ണമതീതമായി. എന്തിന് ഏതെങ്കിലും മതത്തിലിരുന്നു കൊണ്ട് മറ്റു മതങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുവാനാണ് ചെയ്തതെങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സ്വന്തം മതത്തിനകത്തെ അനുയായി വൃന്ദങ്ങളിൽ പോലും രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയാണ്. സമീപകാല ഭാരതം മതഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ ലൈംഗിക സദാചാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാർത്തകൾക്ക് ഇടം നൽകി എന്നുള്ളത് ഈ തരുണത്തിൽ മറക്കാനാവില്ല. അതെ സ്വാമിജി. അവിടെയാണ് മിസസ് ഗാന്ധിയുടെ തീരുമാനത്തെ, ഭരണഘടനാപരമായ തീരുമാനത്തെ ഇന്ത്യൻ ആരോഗ്യത്തിൻ്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഒരു പുനരീക്ഷണത്തിന് വിധേയമാക്കിയാൽ നന്നാണ് എന്ന് തോന്നുന്നത്. മനസ്സിലായി സ്വാമിജി. മോള് മുതൽ താഴെ വരെ നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്തേക്ക് എങ്ങനെയെല്ലാം സത്യത്തിന്, അഹിംസയ്ക്ക്, ബ്രഹ്മചര്യത്തിന്, അസ്തേയത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന പ്രമാണങ്ങൾ പഠിച്ച പാഠങ്ങളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് എങ്ങനെ സിലബസിൽ ലൈംഗിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഒരു ജനതയുടെ, ജനാധിപത്യത്തിലെ ജനതയുടെ, ഈ നാട്ടിലെ മതപരമായി ചിന്തിച്ചാൽ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നില്ല, ഇത് കത്തോലിക്കർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി സ്വാമിജി. വിശ്വവ്യാപകമായൊരു മതത്തെ എടുത്താൽ ആദ്യം അവരെക്കുറിച്ച് അങ്ങ് തുടങ്ങാം. എന്തുകൊണ്ടാണ് അവരെ ആദ്യം എടുത്തത് എന്ന് ചോദിച്ചാൽ, വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു മതമാണ്. വിശ്വസ്നേഹത്തിൻ്റെ പ്രതീകമായ ക്രിസ്തുവിൽ തുടങ്ങുന്ന ഒരു മതമാണ്. ക്രിസ്തുവിനെ ലോകമെമ്പാടും ആദരിക്കുന്നത് സെക്സിലൂടെയല്ല, അല്ല, ബ്രഹ്മചര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും അഹിംസയുടെയും കാരുണ്യത്തിൻ്റെയും എക്കാലത്തെയും പ്രവാചകനായ ആ മതം ആഗ്രഹിക്കുന്നുവോ സെക്സ് ടൂറിസവും സെക്സിൻ്റെ വികാസ പരിണാമങ്ങളും? ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിലെ ഈ വികാസ പരിണാമങ്ങളിൽ അത്തരം ഉപജാപങ്ങളിൽ നിന്ന് അവർ മോചനം നേടിയിരുന്നുവോ? അത്തരം പേരുദോഷങ്ങളില്ലാതെ അവർക്ക് സ്വതന്ത്രമായൊരു സമൂഹം എന്ന നിലയിൽ നിൽക്കുവാൻ ഇന്ത്യയിൽ കഴിഞ്ഞുവോ ഇത്രയും കാലം കൊണ്ട്? ഇതൊക്കെ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ്. തീർച്ചയായും ഉത്തരം പറയേണ്ട ചോദ്യമല്ല. ഉത്തരം പറയുന്നത് മര്യാദ കേടുക. ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അച്ചടക്കവുമാണ് കത്തോലിക്ക പുരോഹിതൻ്റെ ശക്തിയും വളർച്ചയും. അവരാഗ്രഹിക്കുമോ? ഇല്ല സ്വാമിജി. ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ പോലും നിയമേനയല്ലാത്ത ലൈംഗികതയെ സർവാത്മനായി എതിർക്കുന്നവരാണ് ഇസ്ലാമികൾ. നിയമപരമായ വിവാഹത്തിനപ്പുറം നടക്കുന്ന എല്ലാ വ്യഭിചാരങ്ങളെയും മതം അനാശാസ്യമെന്ന് കൽപ്പിക്കുകയും കല്ലെറിഞ്ഞു കൊല്ലണമെന്നോ മറ്റു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവം, അങ്ങനെയുള്ള വാർത്തകൾ കിട്ടുന്നുണ്ട്. അല്ല, കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളത് ഒരു നിയമവ്യവസ്ഥയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വഴിയിലാണ് അവർ. അതിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന രംഗങ്ങളിലും മുരളിച്ച കേൾക്കാൻ തുടങ്ങുന്ന വിധം കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് സ്വാമിജി. നീങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ഇത്ര ശക്തവും സുസംഘടിതവും സുസജ്ജവുമായ മതത്തിൻ്റെ അനുഷ്ഠാന പദ്ധതികളെ ഉല്ലംഘിക്കുമാറ്
കാര്യങ്ങൾ ലൈംഗികമായി മാറി എന്ന് വന്നാൽ രണ്ട് മതങ്ങളാവണം. ആർഷവും ബ്രാഹ്മവും പ്രാജാപത്യവുമായ വിവാഹങ്ങളെയൊക്കെ അനുശാസിക്കുകയും മര്യാദാമസൃണമായി ജീവിക്കണമെന്ന് പറയുകയും നിയമപരമായി ഭരണഘടനാപരമായി തന്നെ ഏകപത്നി വ്രതത്തിന് നിർബന്ധം നൽകുകയും ചെയ്യുന്ന ഒരു മതമാണ് ഹിന്ദുമതം. ആധുനിക ഹിന്ദുമതം ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ അനേക വിവാഹം പോലും കഴിക്കാൻ പാടുള്ളതല്ല. ഭാര്യ മരിച്ചു കഴിഞ്ഞ് മാത്രമേ പറ്റൂ. അവിടെയും കഥ വേറിട്ടാണ്. അച്ഛനമ്മമാരുടെയോ സമൂഹത്തിൻ്റെയോ നിർബന്ധമില്ലാതെയാണ് ഇന്ത്യൻ സന്യാസം രൂപപ്പെടുന്നത്. ഒരുപക്ഷെ എതിർപ്പോടുകൂടിയാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയാം. സ്വാമിജി ഇല്ല, മനസ്സിലാക്കിയില്ല സ്വാമിജി. ഇന്നുവരെ ഒരു സിനിമയെ മാറ്റി നിർത്തിയാൽ ഹൈന്ദവ സനാതന സന്യാസ മാതൃക രൂപാന്തരപ്പെടുന്നത് ഒരു നല്ല അളവ് വരെ എതിർപ്പോടെയാണ്. ഒരു സമൂഹമെന്ന നിലയിൽ ക്രിസ്തുമതം പൗരോഹിത്യത്തിന് കൊടുക്കുന്ന ഒരാദരവും അംഗീകാരവും, ഒരാവശ്യമെന്ന നിലയിലുള്ള ആദരവും അംഗീകാരവും ഹൈന്ദവ സന്യാസ സമ്പ്രദായങ്ങളിൽ ബന്ധുക്കൾ, രക്തബന്ധമുള്ളവർ, വീട്ടുകാർ അംഗീകരിച്ചു കൊടുക്കാറില്ല. ശരിയാണ് സ്വാമിജി. ജനങ്ങൾ ബഹുമാനിക്കുന്നു എന്നത് വേറെ കാര്യം. ജാതി മതഭേദമന്യേ ജനങ്ങൾ ഇന്ത്യൻ സന്യാസത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. അത് മറ്റൊരാളിൽ കാണുമ്പോഴുള്ള സന്തോഷമാണ്. സ്വന്തം കുഞ്ഞിനെ, ബുദ്ധിയുള്ളവനെ, പഠിപ്പുള്ളവനെ, കഴിവുള്ളവനെ, ബുദ്ധിമാന്ദ്യമുള്ളവനെ പറഞ്ഞു വിട്ടേക്കാം. ശരിയല്ല? ശരിയാണ് സ്വാമിജി. എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എനിക്ക് ബുദ്ധിയൊന്നുമില്ല, വർത്തമാനം പറയാൻ പറ്റില്ല, എനിക്ക് മറ്റ് കഴിവില്ല എന്നൊക്കെ വരുമ്പോൾ സ്വാമി ഇവനെ ഒന്ന് കൊണ്ടുപോയാൽ നല്ലതായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം, ഒഴിവാക്കാൻ. ശരിയല്ല? മനസ്സിലായി സ്വാമിജി. അതുപോലും മാതൃത്വമുള്ളൊരമ്മ അതും സമ്മതിക്കില്ല. അതെ, തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. ഇപ്പോൾ ഏറ്റവും ബുദ്ധിയുള്ളവനെ, ഏറ്റവും കേമനായവനെ, സാക്ഷാൽ സന്യാസത്തിൻ്റെ മൂലസ്ഥാനം എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്ന ശങ്കരാചാര്യർ പോലും മുതല പിടിച്ചിട്ട് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. അങ്ങനെയാണ് കഥ. എന്ന് പറഞ്ഞാൽ ആ കഥയുടെ അർത്ഥാപത്തിയിൽ നിങ്ങൾക്ക് സന്യസിക്കണമെങ്കിൽ ഒരു മുതല പിടിക്കുന്നത്ര ദുരന്തത്തിൽ വന്നാലേ ഒരു മാതൃത്വം നിങ്ങളെ കൈവിടൂ. അതറിഞ്ഞു വേണം സന്യസിക്കാൻ ഒരുങ്ങാൻ. മനസ്സിലായി സ്വാമിജി. നിങ്ങൾക്ക് ബന്ധമില്ല എന്നൊരു നിമിഷം തോന്നിയാലും നിങ്ങളെ ബന്ധപ്പെടുത്തി നിർത്തുന്ന ഏറ്റവും വലിയ കണ്ണി നിങ്ങളുടെ അമ്മയാണ്. മാതാവുമായുള്ള ബന്ധം നിങ്ങളുടെ പൊക്കൽ കൊടി മുറിഞ്ഞതുകൊണ്ട് തീർന്നില്ല. തൻ്റെ മകൻ ജീവിക്കില്ല എന്നുറപ്പാകുമ്പോൾ മാത്രമേ, അവൻ്റെ മരണം മുന്നിൽ കാണുമ്പോൾ മാത്രമേ അവനെ സന്യാസത്തിന് പോലും വിട്ടുകൊടുക്കാൻ ലോകവന്ധ്യനായ ശങ്കരൻ്റെ അമ്മ തയ്യാറായിട്ടുള്ളൂ എങ്കിൽ ലൗകികരായ നിങ്ങളുടെ അമ്മമാർ തയ്യാറാകുമോ എന്ന ചോദ്യം അതിൻ്റെ പിന്നിൽ. അതെ സ്വാമിജി, മനസ്സിലായി. അത്ര ശക്തമായത്. അങ്ങനെ പോകുന്ന ഒരിടത്ത് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ആധുനിക ഇന്ത്യൻ സന്യാസ സമൂഹം വിധേയമാകുന്നു എന്നുള്ളതും മാനേജ്മെൻറ്റ് കാര്യങ്ങളിലൂടെ വളർന്നു വികസിക്കുമ്പോൾ അവിടെയും ഇവിടെയും അതിൻ്റെ അകത്തെ ആളുകൾ മൂടുകയും മുരളുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിഷേധിക്കാനാവില്ല. എന്നെക്കുറിച്ചായാലും മറ്റൊരാളെക്കുറിച്ചായാലും. അതെ സ്വാമിജി. ഞാൻ പറഞ്ഞതൊക്കെ എന്നെക്കുറിച്ചാണെന്ന് ധരിച്ചോളൂ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. വസ്തുത മനസ്സിലാക്കിയാൽ മതി. ഇനി ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെയുള്ള യാതൊരു ദുഷ്പേരും കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉള്ളത് മുഴുവൻ എന്നെക്കുറിച്ചാണെന്ന് ധരിച്ചോളൂ. എന്നിരുന്നാൽ പോലും വസ്തുതയുണ്ട്, ആരോപണങ്ങളുണ്ട് എന്നുള്ള വസ്തുത മറക്കാനാവില്ല.
ഇതിത്രയും ശക്തമായി വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ താല്പര്യങ്ങളോടുകൂടി പത്രത്തിൻ്റെ അകത്തെ പേജുകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിൽക്കുകയും പത്രങ്ങൾ പോയി വളർത്തുകയും ചെയ്തിട്ട് പുറത്തെ പേജിലേക്ക് എടുത്തു വെച്ച് ലൈംഗികത ചേർത്ത് വർണ്ണിക്കുന്ന ഭരണാധികാരികളുടെ ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥന്മാരുടെ പുരോഹിതന്മാരുടെ സന്യാസിമാരുടെ കന്യാസ്ത്രീകളുടെ ഒക്കെ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ കൃത്യമായൊരു അജണ്ടയിലായിരിക്കില്ലേ? ഈ അജണ്ട ആയിരിക്കില്ലേ രാഷ്ട്രത്തെ തകർക്കുമെന്ന് മിസസ് ഗാന്ധി കണ്ടെത്തിയത്?